കണ്ണൂരിലെ ചെറുപുഴയിൽ മലവെള്ളപ്പാച്ചിലിനിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ മരണം സംഭവിച്ച രാജേഷിൻ്റെ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. കല്ലിയൂരിൽ ഈ കാണുന്നതാണ് രാജേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാർ ചേർന്ന് വച്ചിട്ടുള്ള ആദരാഞ്ജലി പോസ്റ്ററാണ്. അതിലെ ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം. ചിരിച്ച മുഖത്തോടെ മാത്രമാണ് ഇവിടുത്തെ ആളുകൾ രാജേഷിനെ കണ്ടിട്ടുള്ളത്. നാട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ അത്രയേറെ പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു രാജേഷ്. ഒരു പ്രശ്നം നാടിനുണ്ടാകുന്നു എന്നറിയുമ്പോൾ എല്ലാ മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെ എടുത്തു ചാടി പുറപ്പെട്ട് പോകാൻ കഴിയില്ല. പക്ഷേ രാജേഷ് അങ്ങനെയുള്ള ഒരാളായിരുന്നു. 2018 അതിനുശേഷം വയനാട് ദുരന്തമുണ്ടായപ്പോഴും ഇപ്പോഴുമൊക്കെ മറ്റൊരാൾക്കൊരു പ്രശ്നമുണ്ടാകുന്നു എന്നറിയുമ്പോൾ, അവർ ദുരന്തമുഖത്താണ് എന്നറിയുമ്പോൾ കൈത്താങ്ങുമായി അവിടേക്ക് ഓടിയെത്തിയിരുന്ന മനുഷ്യനാണ് രാജേഷ്. പക്ഷേ ഇന്ന് നമുക്ക് കാണാം, അവിടെ നമുക്ക് പുറകിൽ അവിടെ രാജേഷിൻ്റെ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേതനമറ്റ ശരീരവുമായാണ് ഇന്ന് രാജേഷ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നത്. കുറച്ച് ദിവസമായതേ ഉള്ളൂ രാജേഷ് നാട്ടിൽ വന്നിട്ട് തിരികെ കണ്ണൂരിന് പോയിട്ട്. അവിടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ ദുരന്ത സമയങ്ങളിൽ നടക്കുന്ന ട്രെയിനിങ്, അത്തരം കാര്യങ്ങൾ നൽകുകയും അതുപോലെ തന്നെ നീന്തലും മറ്റുമൊക്കെ പരിശീലനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു രാജേഷ്. അത്തരം പരിശീലനം നടത്തുന്നതിന് വേണ്ടിയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് കണ്ണൂരിലേക്ക് പോയത്. അതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ഒരു തവണ വന്നു പോവുകയും ചെയ്തത്. ആ സമയത്താണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് രാജേഷ് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഈ ചെറുപുഴ ഭാഗത്തേക്ക് എത്തുന്നത്. അവിടെ ഒരാളെ രക്ഷിച്ച ഒരു കർഷകൻ, അദ്ദേഹം മലവെള്ളപ്പാച്ചിലിൽ ഈ പുഴ കടന്ന് ഇക്കരയ്ക്ക് വരാൻ കഴിയാതെ നിന്ന വ്യക്തിയെ അദ്ദേഹം ലൈഫ് ജാക്കറ്റും മറ്റുമൊക്കെ ഇട്ട് പുഴയിലേക്ക് ഇറങ്ങി പോയി രക്ഷിച്ചുകൊണ്ട് വരികയായിരുന്നു. വരുന്ന വഴിയിൽ ഈ കർഷകനായ 61-കാരൻ ബെന്നിക്ക് അദ്ദേഹം സ്വയം ഇട്ടിരുന്ന ലൈഫ് ജാക്കറ്റ് ഊരി ബെന്നിക്ക് കൊടുക്കുകയാണ്. ബെന്നിക്ക് കൊടുത്ത ശേഷം ബെന്നിയെ കരയിലേക്ക് എത്തിക്കുന്നു. പിന്നാലെ കയറിൽ പിടിച്ച് കയറി വരുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് രാജേഷ് പുഴവെള്ളത്തിനൊപ്പം ഒഴുകിപ്പോകുകയായിരുന്നു. എല്ലാ ആളുകളെയും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയായിരുന്നു അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ളത്. കാരണം ആ നീന്തലിൽ അത്രയേറെ വൈദഗ്ധ്യമുള്ള വ്യക്തിയാണ്. പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങളിൽ ഏത് തരത്തിൽ പ്രവർത്തിക്കണമെന്ന് നന്നായി അറിയുന്ന ആളാണ്. അത്തരം ഒരാൾ അങ്ങനെ പെട്ടെന്ന് ഒഴുക്കിൽപ്പെട്ടു പോകില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ടടുത്തുള്ള കാട് പ്രദേശത്തേക്ക് എന്തെങ്കിലും അദ്ദേഹം നീന്തി കയറിയിട്ടുണ്ടാകും എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ ഒരു കരുതൽ. അങ്ങനെയായിരുന്നു അവർ അവിടേക്ക് തിരച്ചിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ തിരച്ചിലൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ 4ാമത്തെ ദിവസം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് രാജേഷിൻ്റെ മൃതദേഹം ഈ അപകടം നടന്നതിന് ഏതാണ്ടൊരു 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു തുരുത്തിൽ നിന്നും കണ്ടെത്തിയത്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു രാജേഷ്. ഭാര്യയും 2 മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബമാണ്. കുടുംബത്തെ തേടി വരുന്ന ആദ്യത്തെ ഒരു ദുരന്തമല്ല രാജേഷിൻ്റെ മരണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 2 വർഷം മുമ്പ് രാജേഷിൻ്റെ സഹോദരനും ഒരു ട്രെയിൻ അപകടത്തിൽ മരണം സംഭവിച്ചിരുന്നു. അതിനുശേഷം വളരെ പരിമിതികളിൽ, സാമ്പത്തിക ഞെരുക്കത്തിലൊക്കെ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബമായിരുന്നു. സ്വന്തമായൊരു വീട് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം രാജേഷിനുണ്ടായിരുന്നു. അതിനുവേണ്ടി ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഒരു വീടിന് തറക്കല്ലിടുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ 3 വർഷമായിട്ട് ആ പണി ഒന്നും പൂർത്തിയാകാതെ കിടക്കുകയാണ്. എന്തായാലും രാജേഷിൻ്റെ മരണം അത് സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചതിന് ശേഷം രാജേഷ് മരണത്തിലേക്ക് പോകുകയായിരുന്നു എന്നുള്ളതാണ് അങ്ങേയറ്റം ധീരമായൊരു പ്രവൃത്തി. എല്ലാവർക്കും അങ്ങനെ സ്വന്തം ജീവൻ കളഞ്ഞ് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല. എന്തായാലും ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും രാജേഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് മുൻപ് മുഖ്യമന്ത്രി അടക്കം ഇവിടെ എത്തി. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സണ്ണി ജോസഫും പി.സി. വിശ്വനാഥ് അടക്കമുള്ള മന്ത്രിമാരും ഇവിടെ എത്തി രാജേഷിന് അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. രാജേഷിൻ്റെ കുടുംബത്തിനൊപ്പം തന്നെ സർക്കാർ ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. അതുമാത്രവുമല്ല, എത്രയും പെട്ടെന്ന് രാജേഷിൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കും എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബത്തിനൊപ്പം എല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരു നോക്ക് കണ്ടു നിറയാതെ ഇവിടെ നിന്നും മടങ്ങിപ്പോകാൻ കഴിയില്ല. കാരണം അത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു എല്ലാവർക്കും രാജേഷ്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ വിട പറയുന്നത്. അത് മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചതിന് ശേഷമാണ് രാജേഷ് മരണത്തിലേക്ക് കീഴടങ്ങിയത് എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയത്തിനകം വീട്ടുവളപ്പിൽ രാജേഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ ഇരിക്കുകയാണ്.